ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 50-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രയേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രയാസങ്ങളിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അവൻ നമ്മെ കരം താങ്ങുന്ന ദൈവം, തകർച്ചയുടെ അവസ്ഥയിൽ മുന്നോട്ട് മൂവ് ചെയ്യുവാൻ പറ്റാതെ, മുന്നോട്ട് കടന്നു പോകുവാൻ പറ്റാതെ ഭാരപ്പെടുന്ന വേളയിൽ അവൻ നമ്മെ സഹായിക്കുന്ന, മുന്നോട്ട് പോകുവാൻ കരുതൽ നൽകുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ ശാസിക്കുന്നു. റിബ രഗജ ലഗശന്തര റുബലഹൗഡ. വചനതുമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ ന്യായാധിപതി ആയിരിക്കുക, ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ സംസാരിക്കും. ഇസ്രയേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കുക. നമ്മുടെ ദൈവം ന്യായാധിപതനാണ്. നമ്മുടെ ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. നമ്മെ ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ വീക്ഷിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. നമ്മുടെ ദൈവം സകലതും അറിയുന്ന ദൈവമാണ്. സങ്കീർത്തനം 139 അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നീ മനസ്സിലാക്കിയിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിൽ മേലില്ല. നീ മുമ്പിലും പിമ്പിലും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നാം സംസാരിക്കുന്ന വാക്കുകൾ നാം സംസാരിക്കുന്നതിന് മുന്നേ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവം തന്നെ അവൻ ന്യായാധിപതി ആയിരിക്കുന്നു. നമ്മുടെ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. നമ്മുടെ ദൈവം ന്യായവും നീതിയും ഉള്ളവനാണ്. ന്യായം ഏത് വശത്തുണ്ട്, നീതി പ്രവർത്തിക്കുന്നതിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ സങ്കീർത്തനം 50 അതിൻ്റെ 19-20 വാക്യങ്ങൾ. നിൻ്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിൻ്റെ നാവ്
വഞ്ചന പിണയുന്നു. നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് തന്നെ അപവാദം പറയുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. അപ്പം നമ്മുടെ ദൈവം ന്യായാധിപതി ആയതുകൊണ്ട് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും സർവപ്രവൃത്തിയും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സഹോദരന്മാരായിരിക്കും നമ്മളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറയുന്നത്. കൂട്ടു സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, രക്തബന്ധങ്ങൾ. നിൻ്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിൻ്റെ നാവ് വഞ്ചന പിണയുന്നു. നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം മറ്റുള്ളവരെ അപവാദം പറയുമ്പോൾ, നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. നമ്മൾ സ്വന്തം രക്തബന്ധത്തിനെതിരെ അപവാദം പറയുമ്പോൾ നാം നമ്മെ ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം സർവവും അറിയുന്ന ഒരു ദൈവം, സർവത്തിൻ്റെയും ഉടയവനായ ദൈവം, അവൻ ന്യായാധിപതിയായ ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ലയോ, സ്വന്തം കണ്ണിലെ കോൽ ഇരിക്കെ നീ സഹോദരന് നിൽപ്പ് നിൻ്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരെ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്നും കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയുവാൻ വെടുപ്പായി കാണും. വിശുദ്ധമായത് നായ്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടു കളയരുത്. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടിക്കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരുതും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും, മുട്ടുന്നവനേവനും തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ന്യായപ്രമാണം പ്രവാചകരും ഇതുതന്നെ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലതവും അതിൽ കൂടി കടക്കുന്നവർ അനേകർ ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ജീവങ്കിലേക്കുള്ള വഴി അത് ഞെരുക്കമുള്ളതാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പം നിത്യജീവനിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ നമ്മുടെ വാഴികളെ നമ്മൾ സൂക്ഷിക്കുന്നവരായി, നാം കരുതുന്നവരായി മാറണം. നിൻ്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിൻ്റെ നാവ് വഞ്ചന പിണയുന്നു. നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ സഹോദരനെതിരെ വിരോധമായി സംസാരിക്കുന്ന അനുഭവമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒന്ന് മാനസാന്തരപ്പെടുവാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ,
എന്നോട് പൊറുക്കണമേ എന്ന് ആർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ? ചില അടഞ്ഞ വാതിലുകൾ ഇന്ന് തുറക്കുന്ന ദിവസമാണ്. നീ ഏതെല്ലാം വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ, ഏതെല്ലാം വിഷയത്തിൽ നീ പ്രയാസപ്പെടുന്നുവോ, നീ ഏതെല്ലാം വിഷയത്തിൽ നിലവിളിക്കുന്നുവോ, നിൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ നിശ്ചയമായി അടഞ്ഞ ചില വാതിലുകൾ തുറക്കുന്ന ദിവസമാണ്. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കിയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ സംസാരിക്കും. ഇസ്രയേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. 50:19-20. നിൻ്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിൻ്റെ നാവ് വഞ്ചന പിണയുന്നു. നീ ഇരുന്ന് സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെപ്പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവയെ നിരത്തിവയ്ക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവനും അവൻ ഒരു നാൾ നിരത്തിവെക്കും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ വാക്കുകൾ, പ്രവർത്തികൾ നിരത്തിവെക്കുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായി, ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കുവാൻ, നമ്മുടെ കുറവുകളെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഒന്ന് ഏറ്റുപറയുവാൻ, കർത്താവേ, എൻ്റെ വാക്കുകൾ വന്നുപോയി, നോട്ടത്തിലോ നടപ്പിലോ പ്രവൃത്തിയിലോ സഹോദരനെതിരെ ഞാൻ ദോഷം പറഞ്ഞുപോയി, ഇല്ലാത്ത കാര്യങ്ങൾ അപവാദം പറഞ്ഞുപോയി, ഇല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു പോയി, ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു പോയി. അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് ആർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ അവരെ വിടുവിക്കുന്ന, അവരെ സൗഖ്യപ്പെടുത്തുന്ന, അവർക്ക് പാപവചനം നൽകുന്ന ഒരു നല്ല കർത്താവിനെ കാണുവാൻ സാധിക്കും. നീ ഇന്ന് ഈ വിഷയത്തെ ഒന്ന് ഏറ്റെടുത്ത് കുറവുകൾ വന്നുപോയി എന്ന് ക്ഷമിക്കണമേ എന്ന് ആര് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവോ അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ അടഞ്ഞ വാതിലുകൾ ഇന്ന് തുറക്കുന്ന ദിവസമാണ്. നീ നിലവിളിക്കുന്ന, അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് വാതിലുകളെ, വഴികളെ തുറന്നിരിക്കുകയാണ്. സങ്കീർത്തനം 50:15. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് കഷ്ടകാലത്തിൻ്റെ മധ്യയിൽ, പ്രയാസത്തിൻ്റെ മധ്യയിൽ തകർന്നിരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, നീ നിലവിളിക്കുന്ന ചില അനുഭവങ്ങൾ, നീ ചില അഭിമുഖീകരിക്കുവാൻ പറ്റാത്ത ചില വിഷയത്തിൻ്റെ മേൽ കടന്നു പോകുന്ന ചില കുടുംബം ജീവിതമേ, ചില വ്യക്തിമണ്ഡലമേ, ചില പിതാവേ, സഹോദര, സഹോദരി, മാതാവേ, പ്രിയ മകളെ, നീ അഭിമുഖീകരിക്കുന്ന, നീറുന്ന, എനിക്കിതിന് ഉത്തരം നൽകുവാൻ സാധിക്കത്തില്ല, ഇതിനെനിക്ക് ജയിക്കുവാൻ പറ്റത്തില്ലെന്ന് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നാൽ നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിന് മേൽ കർത്താവ് നിനക്ക് ഇന്ന് പുതുവഴികൾ, പുതുവാതിലുകളെ ഇന്ന് തുറന്നിരിക്കുകയാണ്. എല്ലാ ഇരുട്ടിൻ്റെ, ഭയത്തിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മാറിപ്പോകട്ടെ. റീക അടഞ്ഞ വാതിലുകൾ, ശത്രു വർഷങ്ങളായി അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഫൈനാൻസ് മേഖലകൾ തുറക്കപ്പെടട്ടെ. ജോലി മണ്ഡലങ്ങൾ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇന്ന് അനേക വാതിലുകൾ, ഇന്ന് വഴികൾ തുറക്കുന്ന ദിവസമാണ്. രാധ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുൾ ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിൽ എടുപ്പാൻ നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കു കൂടുന്നു. നിൻ്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിൻ്റെ നാവ് വഞ്ചനയ്ക്ക് പിണയുന്നു. നീ ഇരുന്ന്
നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ അമ്മയുടെ മകനെക്കുറിച്ച്, സ്വന്തം സഹോദരനെ പറ്റി അപവാദം പറയുന്ന വ്യക്തിയാണോ? ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ, കുറവുകൾ വന്നുപോയപ്പോൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആരൊന്ന് ഏറ്റുപറയുന്നുവോ, നീ ഏത് വിഷയത്തിന്മേൽ അഭിമുഖീകരിക്കുന്നുവോ എല്ലാ വാതിലുകളെയും തുറക്കുവാൻ കഴിയുന്ന ദൈവം, നീ ആ വചനത്തെ ഒന്ന് കീഴ്പ്പെടുവാൻ. നമ്മുടെ ദൈവം അവൻ പരിശുദ്ധനാണ്, മഹാപരിശുദ്ധനാണ്, അവൻ സർവത്തിൻ്റെയും ന്യായാധിപതിയാണ്. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ സംസാരിക്കും. ഇസ്രയേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ. കർത്താവേ, വാക്കിലോ പ്രവൃത്തിയിലോ നിരൂപണത്തിലോ ചിന്തയിലോ വന്നുപോയ കുറവുകളെ ജനങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വാക്കിനോ പ്രവൃത്തിയിലൊക്കെ വന്നുപോയ കുറവ് തെറ്റുകൾ മാറ്റി അവിടുന്ന് അശുദ്ധതയെ മാറ്റി ശുദ്ധീകരിക്കണം. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ വചന മുഖാന്തരം അനുഗ്രഹിക്കട്ടെ.